തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC നടത്തുന്ന ഗ്രഹ സന്ദർശനത്തിന് തുടക്കമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ രാഷ്ട്രീയ വിശദീകരണമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കണ്ണൂർ ഇരിട്ടിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഗ്രഹ സന്ദർശനവും ലഘുലേഖ വിതരണവും നടന്നു. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന തലത്തിൽ KPCCയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് എന്തൊക്കെയാണ് ഈ ഒരു ഗൃഹസന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉയർത്തുന്ന ജനാധിപത്യ സംരക്ഷണം, രാഹുൽജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ശബ്ദം, അതിനുള്ള ജനപിന്തുണ തേടുക. ഒന്ന്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങൾ, അതിനെതിരെയുള്ള ജനരോഷം, അതിന് പിന്തുണ ആർജിക്കുക. ഒന്ന്, വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം, അക്രമം, അനീതി, ഇതിനെല്ലാമെതിരെയുള്ള ജനകീയ ശക്തി, അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം. ജനസമ്പർക്കം, എല്ലാ വീടുകളിലും കയറി ലഘുലേഖ വീടുകളിലെത്തിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ധനസമാഹരണം, അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും കൂടെ സ്വീകരിക്കുന്നു. നല്ല പ്രതികരണമാണ് ഇതിനോടകം തന്നെ ഞങ്ങൾക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഒരു പശ്ചാത്തലമാണല്ലോ. സ്വാഭാവികമായും രാഷ്ട്രീയം പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ വിമർശനങ്ങൾ ഓരോന്നോരോന്നായി പറയേണ്ടി വരും. അതിൽ ഏതാണ് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പോകുന്നത് കോൺഗ്രസ്? ഞങ്ങളിപ്പം ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സാധാരണക്കാരൻ്റെ നടു ഒടിച്ച വിലക്കയറ്റം, അതെല്ലാവരും അനുഭവിക്കുന്ന വിഷയമാണ്. വീട്ടമ്മമാർ പ്രത്യേകിച്ച്. താളം തെറ്റിയ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. വിപണിയിൽ ഇടപെടാതെ സർക്കാർ. സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് പോലും വിലക്കയറ്റം. പൊതുക്കടം നമ്മുടെ കഴുത്തിന് മീതെ. ഗവൺമെൻറ് എല്ലാ കാര്യവും കടമെടുത്തിട്ടാണ് ചെയ്യുന്നത്. ക്ഷേമ പെൻഷന് പണമില്ല. അതാണ് സ്ഥിതി. വന്യജീവി അക്രമത്തിൽ ജീവിക്കാനാവാതെ മലയോര ജനത. ആഭ്യന്തര വകുപ്പ് നാഥനില്ല. എങ്ങും ഗുണ്ടാരാജ്. മുഖ്യമന്ത്രിക്ക് ആഡംബര കാർഡും സംവിധാനങ്ങളും. ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേട്, വൻ അഴിമതി. പാത പൊട്ടിപ്പൊളിഞ്ഞ് തന്നെ കിടക്കുകയാണ്. തകർന്നു കിടക്കുന്ന സംസ്ഥാന പാതകളും ഗ്രാമീണ റോഡുകളും. PSC നോക്കുകുത്തി തൊഴിലില്ലായ്മ കൂടുന്നു. 25 ലക്ഷം തൊഴിൽ വാഗ്ദാനം പാഴായി. പിൻവാതിൽ നിയമനം 3 ലക്ഷത്തിലേറെ. തൊഴിലവസരമില്ലാതെ യുവാക്കൾ നാടുവിടുന്നു. ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം, അധിക സെസ് അടിച്ചേൽപ്പിക്കൽ, വൈദ്യുതി, വെള്ളം ഇവയുടെ ചാർജ് കൂട്ടി. നെല്ല് സംഭരണം പാളി. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കും എന്ന വാഗ്ദാനം നൽകി കർഷകരെ കബളിപ്പിച്ചു. കർഷക ആത്മഹത്യകൾ പെരുകി. ഗവൺമെൻറ് ജീവനക്കാർക്ക് DA മുടങ്ങി. പെൻഷൻകാരുടെയും ജീവനക്കാരുടെ അവകാശ നിഷേധങ്ങൾ തുടർക്കഥയായി. ബലാത്സംഗ സ്ത്രീപീഡന കേസുകൾ റെക്കോർഡ് വർധനവ്. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങളിൽ സർവ്വകാല കുതിപ്പ്. ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു. സർവകലാശാലകൾ നാഥനില്ലാ കളരി. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാസപ്പടി. മന്ത്രിമാരുടെ ദൂരത്തിനും അഹന്തയ്ക്കും കുറവില്ല. ആരോഗ്യ മേഖല തകർന്നു. പ്രതികരിച്ച ഡോക്ടറോട് പകപോക്കൽ. ജയിലുകളിൽ ക്രിമിനലുകൾക്ക് സ്വർഗമായി മാറി. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പ്രോത്സാഹനം. അഴിമതി കേസിൽ പ്രതിയായ DGPക്ക് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ സംരക്ഷണം. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. രാസലഹരി, മയക്കുമരുന്ന് മാഫിയുടെ വിളയാട്ടം. രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് നട്ടം തിരിഞ്ഞ് ജനം. ആശാവർക്കർമാരോട് ക്രൂരത. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള വാഗ്ദാനം കടലാസിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വെട്ടിപ്പ്, തട്ടിപ്പ്. ഇത്തരം വിഷയങ്ങളെല്ലാം പറയുമ്പോഴും സർക്കാർ അവരുടേതായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷം ഇത്തരത്തിൽ ദൂരത്തെ എന്നൊരു ആരോപണമൊക്കെ ഉന്നയിച്ചതാണ്. സർക്കാർ അതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാനും തയ്യാറായിട്ടില്ല. അതിനോടൊക്കെ എങ്ങനെയാണ് ഈ ഗൃഹസന്ദർശനത്തിൽ പ്രതികരിക്കാൻ പോകുന്നത്, ആളുകളോട് വിശദീകരിക്കാൻ പോകുന്നത്? കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാരിനെതിരെ ജനവിധി ഉണ്ടായിട്ടുണ്ട്. അത് ആവർത്തിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്.